IPCയുടെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു ഇന്റർവ്യൂ ക്രമീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഈ ഇന്റർവ്യൂവിനെ കടന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ബ്രദർ ഗ്രഹാം വർഗീസ് കാണിച്ചതായ സന്മനസ്സിന് പ്രാരംഭമായിട്ട് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അടുത്ത കാലത്ത് ക്രൈസ്തവ ഗാനസാഹിത്യരംഗത്ത്, മലയാള ക്രൈസ്തവ ഗാനസാഹിത്യരംഗത്ത് സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ബ്രദർ ഗ്രഹാമിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ രചിച്ചതായ ഗാനങ്ങളോടുള്ള ബന്ധത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. പ്രാരംഭമായിട്ട് കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്ത് കലിശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ 5 പേരാണ്. ഞാൻ ഏറ്റവും ഇളയതാണ്. ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് ദുബായിയുടെ പ്രദേശത്തായിരിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ എനിക്ക് 3 മക്കളാണ് ഉള്ളത്. ഒരു ആത്മീയ ഭവനത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഈ നിലയിൽ ഗാനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം അത് സഹായകരമായി എന്ന് തോന്നുന്നുണ്ടോ? ആത്മീയ ഭവനത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത് എങ്കിൽ തന്നെയും പാട്ടുകൾ എഴുതുവാനായിട്ട് അതെത്രമാത്രം പ്രചോദനം തന്നു എന്ന് പറയുവാനായിട്ട് എനിക്ക് കഴിയില്ല. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ മുഖാന്തരം അല്ലെങ്കിൽ ദൈവകൃപ മുഖാന്തരമാണ് പാട്ടുകൾ എഴുതുവാനായിട്ട് എനിക്ക് സാധിച്ചത്. പലപ്പോഴും ഞാൻ എഴുതിയ പാട്ടുകൾ ഞാൻ തന്നെ വായിച്ചു നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ വന്നത്, എവിടെ നിന്നാണ് ഈ വാക്കുകളൊക്കെ ലഭിച്ചത് എന്ന് ചിന്തിക്കാറുണ്ട്. പാട്ടുകൾ എഴുതുവാൻ വേണ്ടി പാട്ടുകൾ എഴുതുവാനായിട്ട് സാധിക്കില്ല. അത് അങ്ങനെ ഹൃദയത്തിൽ നിന്ന് അതുപോലെ തന്നെ വരുന്നതാണ്. ഗ്രഹാം വർഗീസ് എഴുതിയ പല ഗാനങ്ങളും ഇന്ന് കേരളത്തിലെ മിക്ക ക്രൈസ്തവ ഭവനങ്ങളിലും ആലപിക്കാറുണ്ട്. മിക്ക ഗാനങ്ങളും വളരെ താളലയ നിബദ്ധമായ ഗാനങ്ങളാണ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിൽ ചെറുപ്പകാലത്ത് ശാസ്ത്രീയ സംഗീതം ഏതെങ്കിലും നിലയിൽ പരിശീലിക്കുവാൻ തക്കവണ്ണം അതിന് അങ്ങനൊരു പരിശീലനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ സംഗീതം പഠിച്ച ഒരു വ്യക്തിയല്ല. എങ്കിൽ തന്നെയും ബാല്യകാലത്തിലെ പാട്ടിനോട് എനിക്ക് വലിയ ഒരു താല്പര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും എന്നെക്കാളും പ്രായമുള്ള ഒരാൾ എന്നോട് പറയുകയുണ്ടായി, ഇങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ റോഡിൽ കൂടിയൊക്കെ ക്രിസ്തീയ ഗാനങ്ങൾ ഉറക്കെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നുവെന്ന്. എനിക്ക് അത്രത്തോളം അത് ഓർമ്മയില്ല. എങ്കിൽ തന്നെയും അദ്ദേഹം പറഞ്ഞിട്ടാണ് എനിക്ക് അത്രത്തോളം മനസ്സിലായത്. അപ്പോൾ സംഗീതം പഠിച്ചിട്ടല്ല ഈ പാട്ടുകളൊന്നും തന്നെ എഴുതിയത്, അത് ഹൃദയത്തിൽ നിന്ന് വന്നത് തന്നെയാണ്. ദുബായിൽ ഒരു എഞ്ചിനീയറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു, സ്വന്തമായിട്ട് ഒരു ബിസിനസ് നടത്തുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ എഞ്ചിനീയറിങ്ങും സംഗീതവുമായിട്ട് വലിയ പൊരുത്തമില്ലാത്ത ഈ 2 മേഖലകളെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അതിന് കാരണമായിട്ടുള്ള വിഷയം എന്നാണ് ഈ സംഗീതത്തോടുള്ള ആഭിമുഖ്യം ശരിയായ വിധത്തിൽ അനുഭവിച്ചറിയുവാൻ തുടങ്ങിയത്? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് ഈ ജോലിയും ഇതും തമ്മിൽ സമയം ലഭിക്കുന്നത്? അതായത് ജോലിയോടുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ ദുബായിലുള്ള ആരും തന്നെ ബിസി അല്ലാതെ ഇരിക്കുന്നില്ല. എങ്ങനെയാണ് ഈ സമയമൊക്കെ ലഭിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ വരുമ്പോൾ അത് എഴുതുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതിന് പ്രത്യേക സമയം കണ്ടെത്തിയിട്ട് എനിക്ക് ഒരു പാട്ട് എഴുതണമെന്നില്ല. അപ്പോൾ പ്രത്യേകമായിട്ട് സംഗീതത്തിൽ പരിശീലനം ലഭിച്ചിട്ടില്ല, അതുപോലെ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല. അപ്പോൾ എത്ര നാളായി ഈ സംഗീതത്തോട് താല്പര്യം തോന്നാനും ഇങ്ങനെ ഗാനങ്ങൾ എഴുതാനും തുടങ്ങിയിട്ട്? ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ചെറുപ്പം മുതലേ സംഗീതം അല്ലെങ്കിൽ പാട്ടുകളോട്, ക്രിസ്തീയ ഗാനങ്ങളോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ സംഗീതം അല്ലെങ്കിൽ പാട്ടുകൾ എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷമായി. അതിനു മുമ്പ് ഞാൻ പാട്ടുകളൊന്നും തന്നെ എഴുതിയിട്ടില്ല. പല ഗാനങ്ങളും വളരെ ഹൃദയത്തെ വളരെയധികം സ്പർശിക്കുന്ന ഗാനങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ ഈ ഗാനങ്ങളൊക്കെ
എഴുതുന്നതിന് തീർച്ചയായിട്ടും പ്രചോദകമായി തീർന്ന പല കാര്യങ്ങളും അതിൻ്റെ പിൻപിൽ കാണുമല്ലോ. അതിനു മുമ്പൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ 9 വർഷമായി പാട്ടുകൾ എഴുതുവാൻ തക്കോണം തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് പാടുമെന്നുള്ളതല്ലാതെ ഒരു പാട്ട് എഴുതുവാനോ അല്ലെങ്കിൽ അതിന് സംഗീതം കൊടുക്കാനോ ഉള്ള പ്രത്യേകമായ ടാലന്റുകളൊന്നും ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് സമയത്താണ് അത് അങ്ങനെയൊരു കോളുണ്ടെന്ന് തോന്നുവാനിടയായത്? അങ്ങനെ പ്രത്യേകമായിട്ട് ചോദിച്ചാൽ, ഒരു ദിവസം ഷാർജയിലേക്ക് ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേകമായ ഒരു സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു ട്യൂണ് പാട്ടോടുകൂടി വന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു പാട്ടിൻ്റെ ചില വരികൾ എഴുതുവാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ എന്നിലെന്തോ ഉണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നിയത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്നിൽ കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ആദ്യമായിട്ട് എഴുതിയ ഗാനം ഏതാണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളുണ്ട് എന്നുള്ളൊരു ഗാനം ഞാൻ എഴുതുകയുണ്ടായി. ആ ഗാനം CD ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ടോ? അതോ? ആ ഗാനം CD ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിലൊന്നും അതങ്ങനെ ലഭ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എന്ന് തുടങ്ങുന്ന ആ ഗാനം കേരളത്തിൽ വളരെയധികം പ്രശസ്തി ആർജിക്കുവാൻ തക്കൊണ്ടുമിടയായി തീർന്നു. ആ ഗാനം എഴുതിയതിന് പ്രചോദകമായി തീർന്ന എന്തെങ്കിലും സംഭവങ്ങളോ പശ്ചാത്തലമോ ഉണ്ടായിട്ടുണ്ടോ? ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എന്നുള്ള ഗാനം 2003 ഡിസംബർ 31 എഴുതിയതാണ്. അന്ന് ഒരു വാച്ച് നൈറ്റ് സർവീസിന് പോകുന്നതിന് മുമ്പായിട്ട് ആ വർഷം ദൈവം എന്നെ എങ്ങനെയാണ് നടത്തിയത് എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു. വളരെ അത്ഭുതകരമായിട്ടാണ് ദൈവം ഓരോ ദിവസവും എന്നെ നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ആ വർഷം മാത്രമല്ല, അതിനു മുമ്പുള്ള ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. അപ്പോൾ എൻ്റെ യേശു എനിക്ക് നല്ലവനാണ് എന്ന് പറയുവാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് എന്നെ രക്ഷിച്ചതാണ്. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിലേറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. അതായത് എന്നെ രക്ഷിച്ച ഒരു യേശു. അതിൽ കൂടുതലായിട്ട് എനിക്ക് നല്ലത് അല്ലെങ്കിൽ നല്ലവനെന്ന് പറയുവാനായിട്ടുള്ള വസ്തുതകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്നെ രക്ഷിച്ച ഒരു യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർക്കുവാനായിട്ട് സാധിച്ചു. അതായത് ജീവിതത്തിൽ നന്മകൾ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലത് മാത്രം ചെയ്യുന്ന ഒരു ദൈവം, ഒരു കർത്താവ്, ഒരു യേശു എനിക്കുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ആ വിധത്തിലാണ് ആ പാട്ട് അന്ന് ഡിസംബർ 31, അതായത് ആ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം എഴുതുവാനായിട്ട് സാധിച്ചത്.